എക്സാം ആയതുകൊണ്ട് പിള്ളേർ എൻ്റെ വീട്ടിലാണ് വണ്ടി വന്നിറങ്ങാം. അപ്പോൾ അവരെ വിളിക്കാൻ പോലും ഇപ്പോൾ ഒരു പണിയായി മാറി. പക്ഷേ ഞങ്ങൾക്ക് തിരുവാതിര പ്രാക്ടീസ് നടക്കുന്നുണ്ട് കേട്ടോ, കൈക്കൊട്ടിക്കളി ഞങ്ങളുടെ അമ്പലത്തിൽ കളിക്കാനാ. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസ് ഞങ്ങൾ അവിടെ ചെയ്യും. എന്തായാലും ഒരു വഴിക്ക് പോവല്ലേ. അപ്പോൾ അതേ കുഞ്ഞി സെൻഡ് ഓഫിന് കളിക്കാനുള്ള ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് നിങ്ങൾ കാണണേ. അതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിൽ പോയി ചെടികൾക്കൊക്കെ നനയ്ക്കാനുണ്ടായിരുന്നു, അതൊക്കെ നനച്ചു. പിന്നെ ആസ് ഓൾവേസ് നമ്മൾക്ക് എവിടേക്കാണ് പോകാനുള്ളത്? കിച്ചണിലോട്ട് പോകണം, വല്ലതും കഴിക്കണ്ടേ. അപ്പം നേരെ കുളിയൊക്കെ കഴിഞ്ഞ് കിച്ചണിലോട്ട് കയറി. എന്താ ഉണ്ടാക്കാമെന്ന് നോക്കിയപ്പോൾ ആകെയുള്ളത് മുട്ടയാണ് ഉണ്ടായിരുന്നത്. കോഴിമുട്ട ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ കരുതി തട്ടിക്കൂട്ടൊരു മുട്ടക്കറി ഉണ്ടാക്കാം വിത്ത് ചപ്പാത്തി. ഇതിനിടയിൽ ആദ്യം പഠിക്കാനിരിക്കുന്നുണ്ട് കേട്ടാ. ആദ്യം ഉറക്ക വായിച്ചേ, ഇടയ്ക്കിടയ്ക്ക് പറയണം, അല്ലെങ്കിൽ ചെക്കൻ അവിടെ ഇരുന്നുറങ്ങും. പിന്നെ കറിക്ക് വേണ്ട മസാലയൊക്കെ റെഡിയാക്കാണ് കേട്ടോ. സാധാരണ സവാള, വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ വഴറ്റി അതിലേക്ക് മസാലകളെല്ലാം ഇട്ട് അത് ഗ്രേവിയാക്കി അതിലോട്ട് മുട്ട പൊട്ടിച്ച് വെച്ചുള്ള കറി ഞാൻ ഉണ്ടാക്കിയത്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ കറി ഉണ്ടാക്കാറുണ്ടോ? ഞാൻ ഈ ഇടയാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു കറി പരീക്ഷിച്ച് നോക്കിയത്. ഞാൻ യൂട്യൂബിൽ തന്നെ വീഡിയോ കണ്ടിട്ട് ചെയ്ത് നോക്കിയതാ. പക്ഷെ വലിയ കുഴപ്പമില്ല. പക്ഷെ ചിലവർക്ക് ഇത് പിടിക്കില്ല എന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. ആ മുട്ടയുടെ ടേസ്റ്റ് നന്നായി അറിയുന്നുണ്ടെന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇവിടെ എല്ലാവരും കഴിക്കും. റെഡിയായി അപ്പം തന്നെ വേഗം ചപ്പാത്തിയും ചുട്ടു. കുറച്ച് പേര് വേശുന്ന അവിടെ ഇരിപ്പുണ്ടേ, വേഗം ഫുഡൊക്കെ കൊടുത്തു. ഇവിടുത്തെ ഭക്ഷണം കഴിക്കുമ്പോഴത്തെ മെയിൻ ഐറ്റം ഉപ്പുമുളകാണ് കേട്ടോ. ഉപ്പുമുളക് കണ്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കുക. അങ്ങനെ നേരെ കിച്ചണിലോട്ട് തിരിച്ചു വന്നു. ചോറ് നാളത്തേക്കുള്ള ചോറൊക്കെ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചു. പിന്നെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബായ്, പിന്നെ കാണാം.